ഒരു ലെഹങ്ക ചെയ്യാനെടുക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ആക്ച്വലി ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്കൊരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ? സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കല്യാണത്തിന് അല്ലെങ്കിൽ നമ്മുടെ എൻഗേജ്മെൻറ്റിന് നമുക്ക് ഇന്നൊരാളുടെ റെഫറൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ പിൻട്രസ്റ്റ് ചെയ്തിട്ടോ ഗൂഗിൾ ചെയ്തിട്ടോ ഒക്കെ നമ്മളൊരു റെഫറൻസ് എപ്പോഴും നമ്മൾ കയ്യിൽ വെക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ റെഫറൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് റെഫറൻസ് അങ്ങോട്ട് കൊടുക്കും. നിങ്ങൾക്ക് ഈ ടൈപ്പാണോ ഇഷ്ടം? ഇപ്പോൾ ബനാറസി ലെഹങ്കാസ് ഉണ്ട്, ചിക്കൻകാരി ലെഹങ്കാസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രൊക്കേഡിൽ വരുന്ന ലെഹങ്കാസ് ഉണ്ട്, പാച്ച് വർക്ക് ചെയ്യുന്ന ലെഹങ്കാസ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് റെഫറൻസ് നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഏകദേശം നമുക്ക് അവരോട് ചാറ്റ് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം അവരുടെ ഇഷ്ടങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങും. അങ്ങനെയാണ് ഞങ്ങൾ ഒരു കസ്റ്റമറായിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ കോൺവെർസേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് മോഡൽ എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യും. പിന്നെ ആ മോഡലിന് പറ്റിയ ഫാബ്രിക്സ് ആണ് പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ആ ഫാബ്രിക്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ഏത് ബേസിലാണ് വേണ്ടതെന്നുള്ളത്. അതിപ്പോൾ ലെഹങ്കയിൽ നമ്മുടെ ജോർജറ്റ് ബേസ് വരുന്നുണ്ട്, നെറ്റ് ബേസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സിൽക്ക് ബേസിനും വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏത് ബേസ് ലെഹങ്കയാണ് സ്കേർട്ടിന് വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യും. അതിനനുസരിച്ചുള്ള ഡിസൈൻസും എല്ലാം നമ്മളൊന്ന് വരച്ച് കാണിച്ചു കൊടുക്കും അവർക്ക്. അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ്. അത് നമ്മൾ ഫൈനൽ ചെയ്ത് കഴിയുമ്പോൾ കളറാണ് എല്ലാവർക്കും മനസ്സിൽ വേണ്ട ഒരു സാധനം ഉണ്ടാവുക. കാരണം അവർക്ക് മിക്കപ്പോഴും ഞാൻ പറയില്ല, നമ്മൾക്ക് എപ്പോഴും റെഡ് അങ്ങനത്തെ കോമ്പിനേഷനുള്ള കളേഴ്സാണ് എല്ലാവരും ചൂസ് ചെയ്യാറ്. പക്ഷെ ഇപ്പോൾ കുറേയൊക്കെ ട്രെൻഡ് മാറി തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളറ് അവർ തന്നെ നമ്മളോട് ചോദിക്കും, എനിക്ക് ഏത് കളറാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. പക്ഷെ നമ്മൾ നേരിട്ട് പോലും കാണാത്ത കസ്റ്റമേഴ്സിനോടായിരിക്കട്ടോ നമ്മൾ ഈ സംസാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്നാലും അവർ നമുക്ക് ഫോട്ടോസ് അയച്ചു തരും. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സാണ് കൂടുതൽ ഭംഗി ഉണ്ടാവാറെന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് തരും. നമ്മൾ അവരുടെ സ്കിൻ ടോണിനും ഒക്കെ അനുസരിച്ചുള്ള കുറച്ച് ഓപ്ഷൻസ് നമ്മൾ അങ്ങനെ കൊടുക്കും. അങ്ങനെ കളറും മെറ്റീരിയലും എല്ലാം ഫൈനൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ഡൈയിങ്ങിന് കൊടുക്കുക. നമ്മുടെ കളർ ചാർട്ട് ഉണ്ട്, നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കളർ ചാർട്ട് ഉണ്ട്. ആ കളർ ചാർട്ടിൽ നിന്ന് ആ കളറ് പിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൈയിങ്ങിന് കൊടുക്കും. അത് എൻ്റെ ഹാൻഡ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഹാൻഡ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റിച്ചിങ് എന്നുള്ള പ്രോസസ്സിലേക്ക് എത്തുക. ഇതിലെ ഓരോ നമ്മൾ മറ്റേ മെറ്റീരിയൽ ആണെങ്കിലും ബിഫോർ ഡൈയിങ് നമ്മൾ കാണിച്ചു കൊടുക്കും, ആഫ്റ്റർ ഡൈയിങ്ങും കാണിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുക്കും. അത് എൻ്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മാനിക്യൂറിൽ സെറ്റ് ചെയ്ത് അവരെ കാണിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു ലെഹങ്ക നമ്മുടെ സ്റ്റുഡിയോന്ന് പുറത്തേക്ക് ഇറങ്ങാറ്.